ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയുള്ള ലൈംഗിക പീഡന കേസിൽ നിന്ന് തലയൂരിയതുപോലെ പുതിയ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ സംവിധായകൻ രഞ്ജിത്തിന് സാധിക്കുകയാണ്. പ്രതിയെ പൂട്ടാനുള്ള എല്ലാ തെളിവുകളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കാനുള്ള നീക്കങ്ങളും തടയുകയാണ്. കേസിൽ ഇടക്കാല ജാമ്യം അനുവദിക്കണമെന്ന രഞ്ജിത്തിൻ്റെ ആവശ്യം കോടതി തള്ളിയിരിക്കുന്നു. ജയിലിലുള്ളയാൾക്ക് വോട്ട് ചെയ്യാൻ അവകാശമില്ലെന്ന പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിച്ചാണ് നടപടി. അതിനിടെ ജാമ്യാപേക്ഷയിൽ വെള്ളിയാഴ്ച കോടതി ഉത്തരവ് പറയും. തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യണം, ഇതിനുശേഷം തിരികെ ഹാജരാകാമെന്നും രഞ്ജിത്തിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. രഞ്ജിത്തിന്റെ ഇടക്കാല ജാമ്യാപേക്ഷ എതിർത്ത് പ്രോസിക്യൂഷൻ വോട്ട് ചെയ്യാൻ അവകാശമുണ്ടെന്ന് പറയുന്നത് 1951 ആക്ട് പ്രകാരം ശരിയല്ല. നിലവിൽ ഒരു കേസിൽ പ്രതിയാണ് രഞ്ജിത്ത്. ജയിലിലുള്ളയാൾക്ക് വോട്ട് ചെയ്യാൻ അവകാശമില്ലെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. ഇതോടെ രഞ്ജിത്തിന്റെ ആവശ്യം കോടതി തള്ളി. രഞ്ജിത്ത് ജയിലിൽ തുടരും. ജാമ്യാപേക്ഷയിൽ ഉത്തരവ് മറ്റന്നാൾ അറിയാം. രഞ്ജിത്തിനെ 2 ദിവസം കൂടി കസ്റ്റഡിയിൽ വേണമെന്നാണ് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടത്. അന്വേഷണത്തോട് രഞ്ജിത്ത് സഹകരിക്കുന്നില്ലെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. പരാതിക്ക് പിന്നിൽ വൈരാഗ്യമെന്നാണ് സംവിധായകൻ രഞ്ജിത്തിന്റെ വാദം. നടിയുടെ അഭിനയത്തെ സംവിധായകൻ എന്ന നിലയിൽ വിമർശിച്ചു. അഭിനയം പ്രതീക്ഷയ്ക്കൊത്തുയരാത്തതിനാൽ ചില സീനുകൾ വെട്ടിക്കുറച്ചു. സെറ്റിൽ ഇക്കാര്യം പ്രചരിച്ചു. ഇതിന്റെ വൈരാഗ്യമാണ് നടിയുടെ പരാതിക്ക് കാരണമെന്നാണ് രഞ്ജിത്ത് പറയുന്നത്. ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.